വിനോദ് സർ, അങ്ങനെ ഡൊണാൾഡ് ട്രംപ് കാത്തിരുന്ന ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം വെനസ്വല പ്രതിപക്ഷ നേതാവ് മരിയ കുരീന മച്ചാഡോ ആണ് നേടിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ പണ്ട് പറയില്ലേ, കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന്, അതേപോലെ ഇതാ ട്രംപ് പ്രതികരിച്ചിരിക്കുന്നു. മച്ചാഡോ ചിലപ്പോൾ നോബൽ പ്രൈസിന് വേണ്ടി വാദിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവാം. താനത് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അവർക്ക് കിട്ടിയത് എന്നൊരു അഭിപ്രായം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഒപ്പം പറഞ്ഞിരിക്കുന്നത് മച്ചാഡോ ബഹുമാനപൂർവ്വം തനിക്ക് വേണ്ടി ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു എന്നുകൂടി പ്രതികരിച്ചുവെന്നാണ്. സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം മച്ചാഡോയ്ക്ക് ലഭിക്കുമ്പോൾ ട്രംപിന് ലഭിക്കാതെ പോയ ഈ പൊളിക്കുന്ന മുന്തിരിയെ എങ്ങനെ വിശേഷിപ്പിക്കാം? അത് നീത്തു പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ കറക്റ്റ്. ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും. പക്ഷെ അതിനേക്കാളും നല്ല ഈ പലതും കണ്ടിട്ടുണ്ട്. ഈ കൊതിക്കറിവ് പറയുക എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ പണ്ട് മലയാളത്തിൽ ഇങ്ങനെ ഒരു സാധനം പറയും, കൊതിക്കറിവ് പറയുക, കിട്ടാത്ത സാധനത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഒരുപക്ഷെ ട്രംപ് ആയതുകൊണ്ടാണ് അയാൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ധാരാളം പേരുള്ളത്. ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന് അവർ കരുതുന്ന ഒരാളാണ് ഈ ട്രംപ്. അതായത് പ്രത്യേകിച്ച് അമേരിക്കക്കാരെങ്കിലും അങ്ങനെ കരുതുന്നു. ചൈന അങ്ങനെ കരുതുന്നുണ്ടോ, റഷ്യ അങ്ങനെ കരുതുന്നുണ്ടോ എന്നൊക്കെ വലിയ സംശയമാണ്. എന്തായാലും ഈ നമ്മൾ തന്നെ ഒരു പക്ഷേ ഇതിനു മുമ്പ് ഒരു ചർച്ച ചെയ്തിരുന്നു, ഈ ട്രംപിന് ഇത് കിട്ടാനുള്ള സാധ്യത. അന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നത്, ഇത്രയുമൊക്കെ ഇങ്ങനെ ഇതിനു വേണ്ടി സോളിസിറ്റേറ്റ് ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ലോബിയിങ് ചെയ്യാന്ന് പറയും, വാദിക്കുക എന്ന് പറയും. അങ്ങനെ ഒരു സമ്മാനം ഒരുപക്ഷെ ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരിന്റെ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചു വാങ്ങാൻ പറ്റുമെങ്കിലും ഇന്ന് ഇന്ത്യയിൽ പോലും അത് സാധ്യമല്ല. പ്രത്യേകിച്ച് നോബൽ സമ്മാനം എന്ന് പറയുന്നത് ഈ ആൽഫ്രഡ് നോബലിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചും നിർദ്ദേശങ്ങൾക്കനുസരിച്ചുമാണ് ഓരോ സമ്മാനങ്ങളും കൊടുക്കുന്നത്. അപ്പൊ അത് കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണെന്ന് 2 ദിവസം മുന്നേ തന്നെ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും അതിനകത്ത് ഞാൻ പറഞ്ഞ നമ്മളൊരു 5 പേരുടെ പേര് പറഞ്ഞു, പിന്നെ ചില സംഘടനകളുടെ പേര് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു സംഭവമുണ്ട്, പലപ്പോഴും നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഇതൊക്കെ പറയുന്ന ആരാണ്? നോബൽ കമ്മിറ്റി ഒരിക്കലും നോമിനേഷൻസ് ഒന്നും പറയാറില്ല. ഇപ്പൊ ഓസ്കാർ പറയും പോലോ ഗ്രാമി അവാർഡ്സ് പറയും പോലെ നോമിനേഷൻ ഒന്നും ആരും പറയാറില്ല. അപ്പോ നമ്മൾ സാധാരണഗതിയിൽ പലപ്പോഴും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് പലപ്പോഴും അത് കിട്ടുക. അത് തന്നെയാണ് ഇത്തവണ സംഭവിച്ചത്. നമ്മൾ പറഞ്ഞ 5 പേരോ 2 സംഘടനകളോ ഒന്നും അല്ല അവസാനം വന്നിരിക്കുന്നത്. എന്തായാലും 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വെനീസ്വലൻ ഈ പ്രതിപക്ഷ നേതാവായ മറിയ കൊറീന മച്ചാഡോയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. അത് ഇതിനെക്കുറിച്ച് ട്രംപിന്റെ പ്രതികരണം തന്നെ വളരെ വിചിത്രമാണ്. എന്തായാലും വെനീസ്വലയിൽ നടത്തിയ ജനാധിപത്യ അവകാശങ്ങൾക്കായി പോരാടുന്ന നേതാവാണ് മരിയ കൊറീന മച്ചാഡോ. ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ അതിനെ മലയാളം മാധ്യമങ്ങൾ പോലും അവർക്ക് കൊടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നു. എന്താണ് ഇവർക്ക് ഇതിന്റെ ആവശ്യം, എന്താണ് ഇവർക്ക് അതിന്റെ സാങ്കത്യം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നോബൽ സമ്മാനം നൽകുന്നത് നോബൽ കമ്മിറ്റിയാണ്. അത് അവരുടെ പൂർണ്ണമായും വിവേചനാധികാരത്തിലുള്ള ഒന്നാണ്. അതിന് ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നത് തന്നെ അവർക്ക് ദുരുദ്ദേശമുണ്ടെന്നുള്ളതാണ്. ഇനി എന്താണെന്നറിയോ അതിന് കാരണം? വെനീസ്വലയിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇതിനെ എതിർക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഈ കലിപ്പ്. അതും നമ്മൾ പ്രത്യേകം കാണാതെ പോകല്. ഇന്നലെയൊക്കെ പറഞ്ഞത് അവിടുത്തെ ന്യൂസ് ആങ്കർമാരൊക്കെ പറയുന്നത്, അതായത് ഒരു മുതലാളിത്തത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്ക്, ഇവരൊക്കെ മുതലാളിമാരുടെ സേവകർ തന്നെ അല്ലേ? ഇവരൊക്കെ മുതലാളിമാർക്ക് സ്തുതിപാഠകർ ചെയ്യുന്ന ആളുകൾ തന്നെ അല്ലേ? നമ്മുടെ മലയാളം മീഡിയയിലെ മാധ്യമത്തിലെ ആളുകളെങ്കിലും പലപ്പോഴും കണ്ണടച്ച് ഇരുട്ടാക്കി ഒന്നും അറിയാത്തവർ, പിന്നെ ഒരുത്തം വീണ് കഴിഞ്ഞാൽ അവന്റെ പുറത്തോട്ട് ചവിട്ടും, അത് വേറെ കാര്യം. അല്ലെങ്കിൽ പലപ്പോഴും അവർക്കെതിരായ ഒരു വാർത്തകളും നൽകാതിരിക്കുന്നവരാണ് ഇവർ. എന്നിട്ടാണ് ഈ മുതലാളിത്തത്തിനെതിരെ വലുതാ പറയുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്തായാലും ഇത് പറയാതിരിക്കണമെന്ന് തോന്നിയില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. ഈ വെനീസ്വലയിലെ സ്വച്ഛാധിക അവിടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെന്റാണ്. സ്വച്ഛാധിപത്യ ഭരണത്തിനെതിരെ സമാധാനപരമായ മാർഗങ്ങളിലൂടെ ജനാധിപത്യം സ്ഥാപിക്കാൻ നടത്തിയ ധീരമായ പോരാട്ടത്തിനാണെന്നാണ് പറഞ്ഞിട്ടാണ് ഈ പുരസ്കാരം നോബൽ സമ്മാന സമിതി പറഞ്ഞിരിക്കുന്നത്. ഈ മച്ചാഡോയെ വെനീസ്വലയുടെ ഉരുക്ക് വനിത എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഇനി ട്രംപ് പ്രകടിപ്പിച്ച കാഴ്ചപ്പാടുകൾ വളരെ രസകരമാണ്. സ്വാഭാവികമായി എല്ലാവരും അത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇഷ്ടംപോലെ ട്രോളുകളുണ്ട്.
ഈ സമ്മാനം തനിക്ക് ലഭിക്കാത്തതിലുള്ള അതൃപ്തി മറച്ചുവെച്ച് താനാണ് ഇതിന് യഥാർത്ഥത്തിലുള്ള അർഹനെന്ന് സ്ഥാപിക്കാനാണ് ട്രംപ് ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാന വാദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയും. എന്നെ ബഹുമാനിച്ചാണ് ഈ മച്ചാഡോ ആ പുരസ്കാരം സ്വീകരിക്കുന്നത് എന്നാണ് അടുത്ത ഏറ്റവും വലിയ രസകരമായ കാര്യം. പുരസ്കാരം ലഭിച്ചതിന് ശേഷം മച്ചാഡോ തന്നെ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും തന്നോടുള്ള ബഹുമാനാർത്ഥം അവർ നോബൽ സമ്മാനം സ്വീകരിക്കുന്നു എന്നും അവർ വെളിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഏകദേശം അതിന് സമാനമായ ഒരു ട്വിറ്റും അവർ നടത്തിയിട്ടുണ്ട്. ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ വെനീസ്വലയ്ക്ക്, പ്രത്യേകിച്ച് വെനീസ്വലയിലെ ഗവൺമെന്റിനോട് അമേരിക്കയ്ക്ക് ചുരുക്കാണ്. അപ്പൊ അവരെ എതിർക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അമേരിക്ക ധാരാളം സഹായങ്ങൾ ഇവർക്ക് ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. ഈ ട്രംപിന് അസൂയ വന്നിട്ട് ആ സഹായം നിന്നു പോകുമോ എന്ന ഭയം തീർച്ചയായിട്ടും ഈ മച്ചാഡോയ്ക്ക് ഉണ്ടാവും. അപ്പൊ അവരാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയക്കാർ. അതിന് ഒരു പടി മുന്നേ എറിഞ്ഞു. ആർക്കോ നമ്മൾ ഒരു പടി മുന്നേ എറിയുമെന്ന് പറയും പോലെ അതുപോലെ ഒരു പടി മുന്നേ എറിഞ്ഞിരിക്കുന്നതാണ്. അങ്ങയുടെ ബഹുമാനാർത്ഥം ഞാനിത് സ്വീകരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഡയലോഗിന്റെ ആ രീതി തന്നെ. എന്തായാലും ഈ സമ്മാനത്തിന് ശരിക്കും അർഹിച്ചിരുന്നത് താങ്കളാണെന്ന് മച്ചാഡോ ട്രംപിനോട് പറഞ്ഞു എന്നാണ് ട്രംപ് പറയുന്നത്. ഈ മച്ചാഡോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ തന്റെ പുരസ്കാരം ഞങ്ങളുടെ ലക്ഷ്യത്തിനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നിർണായകമായ പിന്തുണയ്ക്ക് സമർപ്പിക്കുന്നു. അതായത് മച്ചാഡോ തനിക്ക് കിട്ടിയത് കൊണ്ട് ട്രംപിന് സമർപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ട്രംപിന്റെ വാദങ്ങൾക്ക് അതിനൊരു ശക്തി പകരുന്നുണ്ട്. ഈ മച്ചാഡോ വളരെ ബുദ്ധിപരമായി കരഞ്ഞ ഈ ട്രംപ് ഇവരോട് അസൂയ തോന്നിയിട്ട് നീയാണോ കൊണ്ടുപോയത്, എന്നാ പിന്നെ തീർന്നു നിന്റെ പരിപാടി എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് കട്ട് ചെയ്ത് കളയുമോ എന്ന ഭയം മച്ചാഡോയ്ക്ക് ഉള്ളത് കൊണ്ടാണ് തനിക്ക് കിട്ടിയ നോബൽ സമ്മാനം ആ ട്രംപിന് തന്നെ തിരിച്ച് സമർപ്പിച്ചു കൊടുത്തത്. അവർക്ക് ബുദ്ധിയുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ട്രംപ് വീണ്ടും പറഞ്ഞത് താൻ 7 or 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നും അതിലേറ്റവും അവസാനത്തത് ഗാസ സീസ് ഫയർ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കാൻ തനിക്ക് ആയെന്നാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും നോബൽ കമ്മിറ്റിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനായി ഒന്നും ചെയ്യാതെയാണ് ബരാക് ഒബാമയ്ക്ക് സമ്മാനം നൽകിയെന്നും കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കൻ മുൻ പ്രസിഡന്റായ ബരാക് ഒബാമയ്ക്ക് നോബൽ സമ്മാനം കൊടുത്തത് അദ്ദേഹം ഒന്നും ചെയ്യാതെയാണ് എന്ന് ട്രംപ് പറയുണ്ടായി. അതിനകത്തൊരു ചെറിയ വാസ്തവം ഇല്ലാതില്ല. കാരണം ഇങ്ങനെ പ്രസിഡന്റായ ഉടനെയാണ് ബരാക് ഒബാമ പ്രസിഡന്റായ ഉടനെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അന്ന് ആളുകൾ പറഞ്ഞത് ഇത് കിട്ടിയിട്ടെങ്കിൽ ഇയാൾ സമ്മാനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്നാണ് പൊതുവെ ആളുകൾ വിശേഷിപ്പിച്ചത്. എന്തായാലും ഈ ട്രംപിന്റെ പ്രതികരണത്തോട് ലോകം പല വിധത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഒന്ന്, വൈറ്റ് ഹൗസ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രംപിന് പുരസ്കാരം ലഭിക്കാത്തത് ഈ വൈറ്റ് ഹൗസിന്റെ വക്താക്കളുണ്ട്, ഇദ്ദേഹത്തിന്റെ ആളുകൾ നോർവീജിയൻ നോബൽ കമ്മിറ്റിക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഈ സമാധാന കമ്മിറ്റി സമാധാനത്തിന് മുകളിൽ അവരുടെ രാഷ്ട്രീയം കളിക്കുന്നു എന്നാണ് വൈറ്റ് ഹൗസിന്റെ വക്താക്കൾ പറഞ്ഞത്. ഇനി ഇതിനകത്തൊരു സാധാരണ ഒരു പ്രാക്ടിക്കൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്ക ഫസ്റ്റ് എന്നാണ് എപ്പോഴും ട്രംപിന്റെ സ്വാധീനത്തിൽ പറയുന്നത്. അതായത് ട്രംപിന്റെ നിലപാട് തന്നെ അമേരിക്ക ഫസ്റ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, ഇതൊക്കെയാണ്. ഈ അമേരിക്ക ഫസ്റ്റ് എന്ന നയങ്ങളും അന്താരാഷ്ട്ര ഉടമ്പടികളോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പും നോബൽ പുരസ്കാരത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്. ഈ നോബൽ പുരസ്കാരത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് സമാധാനം എന്നത് യുദ്ധമില്ലാതാക്കുക എന്നൊക്കെയാണ്. ഇതിനകത്ത് യുദ്ധമില്ലാതാക്കും എന്ന് പറയുമ്പോൾ തന്നെ ട്രംപ് അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ച് നിങ്ങളുടെ അനുഭവം വളരെ മോശമായിരിക്കും എന്നും പറയുന്നുണ്ട് എന്നുള്ളത് നോബൽ കമ്മിറ്റി കാണാതിരിക്കുമോ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ വിരട്ടൊരിക്കലും സമാധാനത്തിന്റെ പാതയല്ലല്ലോ. മാത്രമല്ല അമേരിക്ക ഫസ്റ്റ് ലോകമെല്ലാം ഒരുപോലെ എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ഉള്ളപ്പോൾ ട്രംപിന് അത് കിട്ടാനുള്ള സാധ്യത എപ്പോഴും വിരളം തന്നെയായിരുന്നു. പിന്നെ മാത്രമല്ല ഈ നോബൽ സമ്മാനത്തിന് വേണ്ടി ലോകത്ത് ആരെങ്കിലും ഇത്രയും കടിപിടി കൂട്ടിയിട്ടുണ്ടോ, ഇത്രയും തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ടോ, ഇത്രയും പേരെ കൊണ്ട് പറയിച്ചിട്ടുണ്ടോ എന്നും വലിയ സംശയമാണ്.
അപ്പൊ ഈ നോബലിനായിട്ട് ട്രംപ് നടത്തിയ ഈ ശക്തമായ ലോബിങ്, അതിനെ ലോബിങ് എന്നാണ് പറയുന്നത്, അത് തീർച്ചയായിട്ടും കമ്മിറ്റിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാൻ വഴിയില്ല. അല്ലെങ്കിൽ ഞാൻ നേരത്തെ അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇത് സമ്മർദ്ദത്തിന് വഴിയാണ്. ഇപ്പൊ ട്രംപിനാണ് ഇത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്തെല്ലാവരും എന്ത് പറയും, ഇതിപ്പോ അവസാനം നോബൽ കമ്മിറ്റി ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങിയാണ് അദ്ദേഹത്തിന് ഇത് കൊടുത്തതെന്ന് പറയും. അപ്പൊ ഇത് പറയാതെ നോക്കുക എന്ന് പറയുന്നത് അവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതിന്റെ ഒരു ഇൻഡിപെൻഡൻസ് നിലനിർത്തുന്നതിൽ. പക്ഷെ അതേസമയം നമ്മൾ പിന്നെ രണ്ടുപേരുടെ വാക്കുകൾ പ്രസക്തമാവുന്നു. ഒന്ന്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ട്രംപിനെ പിന്തുണച്ചിട്ടുണ്ട് ഈ കാര്യത്തിനകത്ത്. ട്രംപിനാണ് അത് കിട്ടേണ്ടിയിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് ഒരിക്കലും ട്രംപിന്റെ പേര് നേരത്തെ പ്രൊപ്പോസ് ചെയ്തില്ല, നെതന്യാഹു പ്രൊപ്പോസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സമ്മാനം എന്ന് പറയുന്നത് അത് കേരളത്തിലായാലും ശരി ഈ മെഴുകി മേടിക്കേണ്ടതല്ല, അതുപോലെ തന്നെ സ്തുതി പാടി മേടിക്കേണ്ടതല്ല, അല്ലെങ്കിൽ വാദിച്ച് വാങ്ങേണ്ടതല്ല. ശരിക്കും പറഞ്ഞാൽ ഈ പല സമ്മാനങ്ങളും, ഇപ്പൊ നോബൽ സമ്മാനത്തിന് അവർ പറയുന്നത് വേറെ ഒരു നോബൽ ജേതാവോ രാഷ്ട്ര നേതാക്കളോ രാഷ്ട്രമോ ഒക്കെ പ്രപ്പോസ് ചെയ്യണം എന്നാണ്. നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ നമ്മൾ ഒരു സാഹിത്യത്തിന് പുരസ്കാരം വേണമെന്നുണ്ടെങ്കിൽ, സിനിമയ്ക്ക് പുരസ്കാരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് ഇപ്പൊ എനിക്ക് ഒരു സമ്മാനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ ശരിയായ രീതിയല്ല. അപ്പം നമുക്ക് ട്രംപിനെ അങ്ങനെ പൂർണ്ണമായും അടച്ചാക്ഷേപിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ തത്വം അതാണ്. എനിക്ക് സമ്മാനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയണം. അതിപ്പോ നമ്മുടെ കേരളത്തിൽ പോലും അങ്ങനെ തന്നെയല്ലേ, ഞാൻ പല വിധത്തിൽ പറയിക്കും. നമ്മൾ ആ പഴയ ഒരു സിനിമ ഉണ്ടല്ലോ, പ്രാഞ്ചിയേട്ടൻ. അപ്പൊ ഇത് ഒരെണ്ണം കിട്ടുമോ നോക്കി. എനിക്ക് നേരിട്ട് പലരുടെയും അനുഭവങ്ങൾ അറിയാം. ഏതെങ്കിലും ഒരു പത്മ പുരസ്കാരം ചെറുതെങ്കിലും ഒരെണ്ണം നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി എന്തോരം പാടാണ് ആളുകൾ പെടുന്നത് എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതൊരു വളരെ കുറഞ്ഞ പരിപാടിയാണ്. സാധാരണഗതിയിൽ ഇപ്പൊ ഇവര് ചെയ്യും പോലെ ഒന്നുകിൽ ഏതെങ്കിലും രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരു നോബൽ സമ്മാന ജേതാവ്, ഇവരൊക്കെയാണ് അതിന് പ്രപ്പോസ് ചെയ്യുക. അങ്ങനെ ഗുണവും മണമുള്ളവരാരും ട്രംപിന്റെ പേര് പ്രപ്പോസ് ചെയ്തില്ല. മാത്രമല്ല, ട്രംപിന് കിട്ടാൻ, സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ട്രംപിന് കിട്ടാൻ നല്ലൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. ട്രംപ് ഇതിങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ, നാട്ടുകാരുടെ മുഴുവൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് കിടക്കാത്ത, എനിക്ക് ഒരെണ്ണം പോലെ 7 ആണെന്ന് പറയാതെ ഈ ഒരു സട്ടിലായിട്ടൊരു ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ട്രംപിന് കിട്ടിയേനെ. വേറൊന്നും കൊണ്ടല്ല, ബാക്കി ആരും അങ്ങനെ അറിയപ്പെടുന്ന ആളുകളൊന്നുമില്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ട്രംപിനെ ഒതുക്കാൻ വേണ്ടി അവരൊരാളെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചാണോ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ സംശയമുണ്ട്. ഇവരുടെ പേര് ആരാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? എന്നിട്ട് ഈ ട്രംപ് ഈ കിട്ടിയ ഇത്രയും ട്രംപിനെ എന്താണ് പറയുക, പ്രകീർത്തിച്ച അവരെ പോലും കൊച്ചാക്കിയാണ് പറഞ്ഞത്. ഇവര് മിക്കവാറും ചോദിച്ചിട്ട് കൊടുത്തായിരിക്കും. അപ്പൊ ഇതാണ് എനിക്കറിവിടെ എന്താണ് ഒരു മനുഷ്യർ ഇങ്ങനെയൊക്കെ ഇത്ര ഓപ്പണായിട്ട് ഒരു ഉളുപ്പും ചളുപ്പും ഇല്ലാതെ ഇങ്ങനെ ഞാനാണ് വലുത്, എന്റെ ഫേസ്, എന്റെ ഫുൾ ഫിഗർ എന്ന് പഴയ ഒരു സിനിമയിൽ പറയും പോലെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയണ്ട. എന്തായാലും അങ്ങേർക്ക് കിട്ടിയില്ല. അത് കിട്ടാതിരുന്ന ഒരു കണക്കിന് നന്നായി എന്നാണ്. ഇനിയാണ് ട്രംപിന്റെ തനി സ്വഭാവം അറിയാൻ പോണേ. ഇന്നലെ തന്നെ അയാൾ ചൈനയ്ക്കെതിരെ 100% ഇനിയിപ്പോ ഒരു അഗ്രസീവ് മോഡലായിരിക്കും കുറച്ച് നാളത്തേക്ക്. എനിക്ക് കിട്ടിയില്ല, ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. ഇതായിരിക്കും അയാളുടെ നയം. എന്തായാലും ഈ ലോകം തൽക്കാലം ഇയാളെ കുറച്ച് നാളത്തേക്ക് കൂടെ സഹിക്കേണ്ടി വരും എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പൊ അതാണ് നീതു എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും പ്രതീക്ഷിച്ചിരുന്ന സമാധാന നൊബേൽ പുരസ്കാരം ട്രംപിന് ലഭിച്ചിട്ടില്ല. പക്ഷെ വിനോദ് സാർ കൺക്ലൂഷനിൽ പറഞ്ഞതുപോലെ ഇനിയാണ് കാണാൻ പോകുന്നത് യഥാർത്ഥ ട്രംപ് എന്താണെന്ന്. നൊബേൽ സമ്മാനം ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ താൻ സമാധാന പ്രിയനാകേണ്ടതുണ്ട്, തനിക്ക് അതിനുള്ള ലോക പുരസ്കാരം ലഭിച്ചതാണ് എന്ന ചിന്ത കൊണ്ട് ട്രംപ് ചില തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുമായിരുന്നു. പക്ഷെ ഇനി കാണാൻ പോകുന്നത് വളരെ അഗ്രസീവായ, കുറച്ചുകൂടെ റൂഡായിട്ടുള്ള ഒരു യഥാർത്ഥ ട്രംപിന്റെ വേർഷൻ ആയിരിക്കാം. അതുകൊണ്ട് കൂടിയാവണം ഏറ്റവും ഒടുവിൽ ഇതാ ചൈനയ്ക്കെതിരെ 100% താരിഫ് ഏർപ്പെടുത്തിയ ഒരു വാർത്ത വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ ട്രംപിനെ ഇനി വരും ദിവസങ്ങളിൽ കാണാം എന്നാണ്. ഏറ്റവും ഒടുവിൽ വിനോദ് സാർ പറഞ്ഞതുപോലെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറച്ച് കാലത്തേക്ക് കൂടി ലോകരാജ്യങ്ങൾ സഹിച്ചേ മതിയാവുള്ളൂ. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു വിനോദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.